ചില മനുഷ്യന്മാരുണ്ടാവും 10 മക്കളുണ്ട്, ആവശ്യ നേരത്തെ ഒറ്റൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഒറ്റ ചെറുക്കനേ ഉള്ളൂ, എല്ലാത്തിനും ഉഷാറാണ്, അങ്ങനെ ഉണ്ടാവും. അതാണ് ബറക്കത്ത് പറഞ്ഞത്. 3 ലക്ഷം റുപ്യ കയ്യിലുണ്ടായിട്ട് ₹1 കടം ചോദിക്കേണ്ടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളം. ആകെ 1000 റുപ്യ ഉള്ളൂ, എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 200ന്റെ ചോന്ന നോട്ട് കീശയിൽ വെക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അതന്നെ ബറക്കത്തുള്ള തോന ആണെന്നൊന്നുമില്ല എന്നാണ്. ബറക്കത്തുള്ള കുറച്ച്, അതുകൊണ്ട് തോന കിട്ടാൻ ദോരക്കലല്ല പ്രധാനം, ഉള്ളതിൽ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ദോരക്കലാണ് ഏറ്റവും പ്രധാനം. ബറക്കത്തിനുള്ള ദുആ സുബ്ഹിയിലെ ഖുനൂത്താകുന്നു. ബറക്കത്തിന്റെ മാസം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, റജബ്. ബറക്കത്തിന്റെ ദിവസമുണ്ട് വെള്ളിയാഴ്ച, ബറക്കത്തിന്റെ രാത്രിയുണ്ട് വെള്ളിയാഴ്ചയുടെ രാവ്, ബറക്കത്തിന്റെ സമയമുണ്ട് തഹജ്ജുദിന്റെ സമയം, മുത്തുനബി ജനിച്ച സമയം, സുബ്ഹിയുടെ അല്പം മുമ്പുള്ള സമയം, അതാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം. അപ്പൊ ബറക്കത്തിന്റെ മാസമുണ്ട് റജബ് മാസം, അത് കഴിഞ്ഞാൽ ശഅബാൻ മാസം, അത് കഴിഞ്ഞാൽ റമദാൻ മാസം. ബറക്കത്തിന്റെ ദിവസമുണ്ട് വെള്ളിയാഴ്ച, ബറക്കത്തിന്റെ രാത്രിയുണ്ട് വെള്ളിയാഴ്ച രാവ്, അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവ്. ബറക്കത്തിന്റെ സമയമുണ്ട് സുബ്ഹിയുടെ അല്പം മുമ്പുള്ള സമയമാകുന്നു അത്. ആ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. ബറക്കത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട മാസമാണ് റജബും ശഅബാനും. അതിനാൽ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ബറക്കത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. ബറക്കത്തിന്റെ മരങ്ങളുണ്ടെന്നാണ്. ബറക്കത്തിന്റെ മരം എന്ന് പറഞ്ഞാൽ ഫലം തരുന്ന മരങ്ങളാണ്, പഴം അല്ല ഫലം, ഉപകാരമുള്ള മരങ്ങൾ, അതാണ് ബറക്കത്തുള്ള മരങ്ങൾ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു നാട്ടിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ബറക്കത്തുള്ളത് തെങ്ങിനാണ് എന്ന് പറയാം. കാരണം അന്ന് അത് ഈത്തപ്പന മരമായിരുന്നു. ആ സ്ഥാനത്ത് നമ്മളെ നാട്ടിലുള്ളത് തെങ്ങായതുകൊണ്ട് നമ്മളെ നാട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള മരം തെങ്ങാണ് എന്ന് പറയാം. അപ്പോൾ ബറക്കത്തുള്ള മരങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ബറക്കത്തുള്ള പൈസ ഉണ്ട്, ബറക്കത്തില്ലാത്ത പൈസയുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ബറക്കത്തുള്ള പൈസ ഹദിയയാണ്, മുസ്തഫ നബി തങ്ങളുടെ വരുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബറക്കത്തില്ലാത്ത പൈസ സക്കാത്തിന്റെ പൈസയാണ്. തീരെ ബറക്കത്തില്ലാത്ത പൈസ സക്കാത്തിന്റെ പൈസയാണ്. ഏറ്റവും ബറക്കത്തുള്ള പൈസ ഹദിയയായി ലഭിക്കുന്ന, സമ്മാനമായി ലഭിക്കുന്ന, ബഹുമാനാർത്ഥം നൽകപ്പെടുന്ന, സന്തോഷത്തിന് വേണ്ടി നൽകപ്പെടുന്ന വരുമാനങ്ങൾ. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുമാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തായിരുന്നു ജോലി? കച്ചവടത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞത് നബുവത്തിന്റെ മുമ്പാണ്. ആടിനോക്കുന്നത് അതിന്റെ മുമ്പാണ്. പിന്നെ നബിന്റെ വരുമാനം എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയയായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ബറക്കത്തുള്ള വരുമാനം ഹദിയയാകുന്നു എന്നാണ്. രണ്ടാമത് കച്ചവടത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന തറാളി എന്ന് പറയുന്ന പരസ്പരം സംതൃപ്തിയോടുകൂടെ ലഭിക്കുന്ന വരുമാനങ്ങളാണ് 2. മൂന്നാം സ്ഥാനത്തുള്ളത് കൈത്തൊഴിലുകളിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന വരുമാനമാണ്. അതുകൊണ്ട് നല്ല ബറക്കത്തുള്ള വരുമാനമുണ്ട്, ബറക്കത്തില്ലാത്ത വരുമാനങ്ങളുണ്ട്. വരുമാനത്തിൽ ബറക്കത്തുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നൽകുന്നവന് സംതൃപ്തി ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ്. കൊടുക്കുന്ന ആൾക്കാർക്ക് സന്തോഷമുണ്ടോ, വാങ്ങണവന്റെ സന്തോഷമല്ല. 1000 രൂപക്ക് ജോലി ചെയ്ത് 1500 റുപ്യക്ക് വാശി പിടിക്കുമ്പോ 500 റുപ്യ പണ്ടാറടക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് തന്നാൽ പണ്ടാറടക്കും, ബർക്കത്തുണ്ടാവില്ല. 1000 റുപ്യക്ക് ജോലി ചെയ്തിട്ട് 1000 റുപ്യ തരുമ്പോ 998 റുപ്യ മതി എന്ന് പറഞ്ഞങ്ങാണ്ട് 2 റുപ്യ അങ്ങോട്ട് തന്നെ കൊടുക്കുമ്പോ തന്നോന് റാഹത്തുണ്ടാവും. അപ്പോൾ ആ മുതൽ ബറക്കത്തുള്ള മുതലായിരിക്കും. നൽകുന്നവന്റെ മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ അതാണ് സമ്പത്തിൽ ബറക്കത്തുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സമ്പത്തിലെ ബറക്കത്തിന് വേണ്ടി പരിശ്രമിക്കണം. സന്താനങ്ങളിൽ ബറക്കത്തുണ്ടാവാൻ 5 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. 1, മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. മാതാപിതാക്കളുടെ ആഗ്രഹമാണ് മക്കളിലെ ബറക്കത്തിന്റെ 1ാം അടിസ്ഥാനം. ഉമ്മയും വാപ്പയും ഒരു കുട്ടി ആരാവണമെന്ന് ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹത്തിനനുസരിച്ച് ബറക്കത്തുണ്ടാവുന്നതാണ്. ഇവിടെ ഇപ്പോ
ഹാഫിളീങ്ങളായ കുട്ടികൾ സനദ് വാങ്ങാനൊക്കെ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മാതാപിതാക്കളുടെ ഒരു ആഗ്രഹം അതിന്റെ പിന്നിലുണ്ട് എന്നാണ്. എൻ്റെ കുട്ടി ഹാഫിളാവണമെന്ന് അമ്മയും വാപ്പി ആഗ്രഹിച്ചാൽ ഹാഫിളാവും. ശരിക്കും ഞാനൊരു ഉപദേശം കൂടി നൽകുകയാണ്. അവരുടെ രക്ഷിതാക്കളൊക്കെ കൂട്ടത്തിലുണ്ടാവും. ഹാഫിള മാത്രമായതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഹാഫിളും ആലിമും കൂടി ആണെങ്കിൽ മാത്രമേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ ഹാഫിളാക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവരും അവരെ ആലിമും കൂടി ആക്കണമെന്ന് ആഗ്രഹിക്കണം. പുതിയ കാലവും പഴയ കാലവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ പെരയിലെ വല്ല തങ്ങന്മാരോ മൂല്യന്മാരോ ആരെയൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നാൽ ചെറിയ കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് തങ്ങൾ പാപ്പ അവനൊന്ന് മന്ദിരിച്ചു ഓതണം, ഓനെ ആലിമാക്കാൻ വേണ്ടി ദ്വാരക്കണം എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇന്ന് കുട്ടികളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് ഇവരെ ഹാഫിളാക്കാൻ ദ്വാരക്കണം എന്നാണ് പറയല്. മോശമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഹാഫിള് മാത്രമായതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ഹാഫിളും ആലിമും കൂടി ആവണം. ഹാഫിളിങ്ങൾ നമ്മളിവിടെ ഈ സിമന്റ് ഒക്കെ തേക്കാൻ വരുന്ന ബംഗാളികളൊക്കെ കുറെ ആൾക്കാർ ഹാഫിളുണ്ട്. കാര്യം കിട്ടണമെങ്കിൽ ആലിമും കൂടി ആവണം. അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ വാപ്പാരുമാരും ഇവിടെ ഉണ്ടാവുമല്ലോ, ഈ ഒച്ച കേക്ക് ഉണ്ടാവും. ഹാഫിള മാത്രമാവാൻ ആഗ്രഹിക്കരുത്, കുട്ടികളും അങ്ങനെ ആഗ്രഹിക്കരുത്. ഹാഫിളായതിന് ഉപകാരമുണ്ടാവണമെങ്കിൽ ആലിമും കൂടിയായിരിക്കണം. ഹിഫ്ള് ചോദ്യം ചെയ്യപ്പെടുന്നതും ഇൽമ് ചോദ്യം ചെയ്യപ്പെടാത്തതുമാണ്. ഒരാൾ ആലിമായി, ഒരാൾ അതുക്കിയ കാണാതെ പഠിച്ചു. അതുക്കിയെന്ന് 4 ബെയ്ത്ത് മറന്നാൽ അള്ളാഹു തആല ചോദിക്കൂല അതുക്കിയലെ ബെയ്ത്ത് എന്തേ മറന്നതെന്ന്. അതേ സമയത്ത് ഹാഫിളായിട്ട് മറന്നാല് അള്ളാഹു തആല ചോദിക്കും ഹാഫിളായിട്ട് എന്തേ മറന്നതെന്ന്. എന്താ വ്യത്യാസം? ആലിമാവുക എന്നത് മത്ലൂബാണ്. ശാരിആയ അള്ളാഹുവിനാലും അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാലും ആലിമാകൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഹാഫിളാവുക എന്നത് നമ്മൾ ഏറ്റെടുത്തതാണ്. കൂലിയൊക്കെ കിട്ടും, നല്ല ദറജ ഉണ്ടാവും. ഹാഫിളീങ്ങൾക്ക് നാളെ ശഫാഅത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മറക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്തം സ്വന്തത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇൽമ മറക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഹിഫ്ള് മറക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്തം സ്വന്തത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മറക്കാതിരിക്കണമെങ്കിൽ ഈ ആള് ആലിമും കൂടിയായിരിക്കണം. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും കുട്ടികളും അവരുടെ ഗുരുനാഥന്മാരും എല്ലാവരും മക്കളെ ഹാഫിളീങ്ങളാക്കണമെന്ന് ആഗ്രഹിക്കണം. ഒപ്പം ഹാഫിളും ആലിമുമാക്കണമെന്ന് ആഗ്രഹിക്കണം. എങ്കിൽ മാത്രമാണ് ഉമ്മത്തിനും അവർക്കും അതുകൊണ്ട് ഉപകാരമുണ്ടായിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് മക്കളിൽ 5 കാര്യങ്ങളാണ് ബറക്കത്തിന് ചെയ്യേണ്ടത്. ഒന്ന് മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. രണ്ടാമത്തേത് ബറക്കത്തുള്ള പേരു നൽകലാകുന്നു. പേരിനനുസരിച്ച് ബറക്കത്തുണ്ടാവുന്നതാണ്. അതിപ്പോ നാടിന്റെ പേരാണെങ്കിലും ഉണ്ടാവും, വീടിന്റെ പേരാണെങ്കിലും ഉണ്ടാവും, വളർത്തുമൃഗങ്ങൾക്കിടുന്ന പേരാണെങ്കിലും ഉണ്ടാവും, വാഹനത്തിന്റെ പേരാണെങ്കിലും ഉണ്ടാവും. എല്ലാ പേരുകൾക്കും ബറക്കത്തുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് ബറക്കത്തുള്ള പേര് നൽകുക എന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം എന്നതാണ് മൂന്നാമത്തെ കാര്യം. ദീനിയായത് മാത്രം പഠിപ്പിച്ചാൽ പോരാ, ദുന്യവിയായതും പഠിപ്പിക്കണം. ദുന്യവിയായത് മാത്രം പഠിപ്പിച്ചാൽ പോരാ, ദീനിയായതും പഠിപ്പിക്കണം. നാലാമത്തേത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണമെന്നാണ്. ഉമ്മവാപ്പമാരുടെ ദുആന്റെ അത്രേ മക്കൾക്ക് ഉപകാരമുള്ള വേറൊരു ദുആയും ഇല്ലെന്നാണ്